ഇപ്പോഴുള്ള പ്രതി PP ദിവ്യ, അവർ മുൻ ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവസാന നിമിഷം വരെ നിൽക്കില്ലേ കേരളത്തിലെ റൂളിംഗ് പാർട്ടി. ഈ ന്യായാധിപൻ മാത്രം, കൗസർ എടപ്പകത്ത് മാത്രം അത് കാണുന്നില്ല, അദ്ദേഹത്തിന് അത് കാണാനുള്ള കണ്ണില്ല. ഈ PP ദിവ്യയെ ആദ്യം മുതൽ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കില്ലായിരുന്നു പാർട്ടി. നവീൻ ബാബു മരണപ്പെട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് സതുദ്ദേശപരമായിരുന്നല്ലേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ പറഞ്ഞത്. അതിനുശേഷം ഇരയോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ MP ഗോവിന്ദൻ എന്താ അവസാനം പറഞ്ഞത്? അവർ പാർട്ടി മെമ്പറാണ്, അവരെ തിരുത്തിയെടുക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്ന് MP ഗോവിന്ദൻ പറഞ്ഞില്ലേ? അതൊന്നും കൗസറുടെപ്പകത്ത് കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ന്യായാധിപൻ ശീതീകരിച്ച മുറിയിലിരിക്കുന്നുണ്ടായിരിക്കും, അതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അവസാനം എന്താ സംഭവിച്ചത്? ശക്തമായി CBI അന്വേഷണത്തെ എതിർത്തു. PP ദിവ്യ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ PP ദിവ്യയെ സ്വീകരിക്കാൻ പോയതാരാ? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമളല്ലേ അവിടെ പോയി കാത്തു നിന്നത്? PK ശ്രീമതിയല്ലേ അവരെ ന്യായീകരിച്ചത്? എന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവരല്ലേ അവരെ ആനയിച്ചു കൊണ്ടുവന്നത്? ഇതൊന്നും കൗസറുടെ അപ്പകത്ത് കാണുന്നില്ല, കേൾക്കുന്നുമില്ല. അദ്ദേഹം കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല. ചെവി അടച്ചിരിക്കുകയാണ്, കണ്ണും അടച്ചിരിക്കുകയാണ് അദ്ദേഹം. അതൊന്നും കാണുന്നില്ല അദ്ദേഹം. CPM ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന പോലീസുള്ള കേരളത്തിൽ ഒരു ന്യായാധിപൻ പറയുകയാണ് പ്രതിക്ക് രാഷ്ട്രീയ ഭരണ പാർട്ടിയായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ഇത് CBI അന്വേഷണത്തിന് വിടാനുള്ള കാരണമല്ല എന്ന്. അങ്ങനെയെങ്കിൽ ഈ ബഹുമാനപ്പെട്ട ന്യായാധിപൻ കേരളത്തിലല്ല താമസിക്കുന്നതെന്നും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അയാൾ കേൾക്കുന്നില്ല എന്നും കേരളത്തിലെ പോലീസിനെ കുറിച്ച് അയാൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നും പറയേണ്ടി വരും എന്നാണ് എനിക്ക് വളരെ ബഹുമാനത്തോടുകൂടി കേരള ഹൈക്കോടതിയോട് സൂചിപ്പിക്കാനുള്ളത്. നമസ്കാരം. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് മുൻ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അഥവാ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തെ തുടർന്ന് ആ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജി കോടതി തള്ളുകയും കേരള പോലീസിൻ്റെ SIT ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തട്ടെ എന്നുള്ള ഉത്തരവ് തന്നെയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇന്നും ചർച്ച ചെയ്യുന്നത് ഈ വിഷയം തന്നെയാണ്. കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ട്രാക്ക് റെക്കോർഡുള്ള ഒരു വേള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത്തരത്തിൽ വിശേഷിപ്പിച്ച ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അകറ്റണം, അദ്ദേഹം ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല, ഇതൊരു കൊലപാതകമാണ് എന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നു എന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഉൾപ്പെട്ട സിംഗിൾ ബെഞ്ച് ഈ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല, കേവലം ഒരു രാഷ്ട്രീയ ബന്ധമുള്ള ഒരാൾക്ക് ഈ കേസുമായി ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം അനിവാര്യമല്ല എന്ന തരത്തിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ വിധിന്യായത്തെക്കുറിച്ച് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ KM ഷാജഹാൻ, അദ്ദേഹം അഡ്വക്കേറ്റ് കൂടിയാണ്, ചില പരാമർശങ്ങൾ നടത്തുന്നു. KM ഷാജഹാൻ പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത്, ബഹുമാനപ്പെട്ട കോടതി ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ലേ, പരിശോധിച്ചിട്ടില്ലേ എന്നുള്ളതാണ് പ്രതിപക്ഷം എന്ന ചാനലിലൂടെ പുറത്തുവിട്ട തൻ്റെ വീഡിയോയിൽ KM ഷാജഹാൻ വിമർശനാത്മകമായി തന്നെ പരാമർശിക്കുന്നത്. ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെ കേരളത്തിൻ്റെ പൊതുബോധം എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകളും സാഹചര്യങ്ങളും സാക്ഷി മൊഴികളുമെല്ലാം ആണ് പരിശോധിച്ചിട്ട് വിധിയിലേക്ക് നീങ്ങുക. എന്നാൽ ഈ വിഷയത്തിൽ കോടതി ഏത് തരത്തിലുള്ള നിഗമനത്തിലാണ് എത്തിച്ചേർന്നത് എന്ന് തനിക്ക് അറിയില്ല എന്നാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറയുന്നത്. അഡ്വക്കേറ്റ് KM ഷാജഹാൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ കുറിച്ച് KM ഷാജഹാൻ തന്റെ പ്രതിപക്ഷം എന്ന ചാനലിലൂടെ നടത്തിയ വിമർശനാത്മകമായ ചില പരാമർശങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് ഡിസംബർ 6-ാം തീയതി പുറത്തു വന്ന വിധിന്യായത്തിൽ 20-ാം ഖണ്ഡികയുടെ അവസാന വാചകമുണ്ട്. ആ വാചകത്തെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ആ വാചകത്തിൽ ബഹുമാനപ്പെട്ട ന്യായാധിപൻ പറയുന്നത്, ദ മിയർ റീസൺ ദാറ്റ് ദ അക്യൂസ്ഡ് ഹാസ് പൊളിറ്റിക്കൽ അലീജിയൻസ് ടു ദ റൂളിംഗ് പാർട്ടി ഈസ് നോട്ട് എ ഗ്രൗണ്ട് ടു ട്രാൻസ്ഫർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ക്രൈം ഫ്രം ദ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ടു ദി CBI. ദ മിയർ റീസൺ, അതായത് ഈ പ്രതിക്ക്
ഭരണപ്പാർട്ടിയുമായി രാഷ്ട്രീയമായി ബന്ധമുണ്ടെന്നുള്ള ആ വെറും കാരണം, വെറും മിയർ റീസൺ, അത് ഇത് CBI അന്വേഷണത്തിന് വിടണം എന്നുള്ളതിനൊരു ന്യായീകരണമല്ല എന്നാണ് ബഹുമാനപ്പെട്ട ന്യായാധിപൻ പറഞ്ഞത്. ദ റീസൺ എന്ന് പോലുമല്ല പറയാം, ദ മിയർ റീസൺ പറഞ്ഞാൽ ഈ ന്യായാധിപൻ അങ്ങ് പരമപുച്ഛം അങ്ങനെ പറയുന്നതിൽ. അതുകൊണ്ട് ഒന്നും പറ്റില്ല, അതിനൊന്നും കാര്യമില്ല എന്ന് പറയുകയാണ് ഈ ന്യായാധിപൻ. ഇങ്ങനെ പറയുന്ന ഈ ന്യായാധിപൻ കേരളത്തിലാണോ ജീവിക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ ന്യായാധിപൻ അറിയാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കണ്ടിട്ട് കണ്ണടച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഈ ന്യായാധിപൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ കേസിലെ ഇപ്പോഴുള്ള പ്രതി എന്നുവെച്ചാൽ മറഞ്ഞു നിൽക്കുന്ന പല പ്രതികളുണ്ട്, ഞാൻ അതിലേക്ക് പോകാം. ഇപ്പോഴുള്ള പ്രതി PP ദിവ്യ, അവർ മുൻ ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവസാന നിമിഷം വരെ നിൽക്കില്ലേ കേരളത്തിലെ റൂളിംഗ് പാർട്ടി. ഈ ന്യായാധിപൻ മാത്രം, കൗസർ ഇടപ്പകത്ത് മാത്രം അത് കാണുന്നില്ല, അദ്ദേഹത്തിന് അത് കാണാനുള്ള കണ്ണില്ല. ഈ PP ദിവ്യയെ ആദ്യം മുതൽ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കില്ലായിരുന്നു പാർട്ടി. നവീൻ ബാബു മരണപ്പെട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് സതുദ്ദേശപരമായിരുന്നല്ലേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ പറഞ്ഞത്. അതിനുശേഷം ഇരയോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ MV ഗോവിന്ദൻ എന്താ അവസാനം പറഞ്ഞത്? അവർ പാർട്ടി മെമ്പറാണ്, അവരെ തിരുത്തിയെടുക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞില്ലേ? അതൊന്നും കൗസറുടെപ്പകത്ത് കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ന്യായാധിപൻ ശീതീകരിച്ച മുറിയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും, അതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അവസാനം എന്താ സംഭവിച്ചത്? ശക്തമായി CBI അന്വേഷണത്തെ എതിർത്തു. PP ദിവ്യ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ PP ദിവ്യയെ സ്വീകരിക്കാൻ പോയതാരാ? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമളല്ലേ അവിടെ പോയി കാത്തു നിന്നത്? PK ശ്രീമതിയല്ലേ അവരെ ന്യായീകരിച്ചത്? എന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവരല്ലേ അവരെ ആനയിച്ചു കൊണ്ടുവന്നത്? ഇതൊന്നും കൗസറുടെ അപ്പകത്ത് കാണുന്നില്ല, കേൾക്കുന്നുമില്ല. അദ്ദേഹം കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല. ചെവി അടച്ചിരിക്കുകയാണ്, കണ്ണും അടച്ചിരിക്കുകയാണ് അദ്ദേഹം. അതൊന്നും കാണുന്നില്ല അദ്ദേഹം. ഇനി വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് കൗസറുടെ അപ്പകത്ത് കാണാത്തത്, ഈ ന്യായാധിപൻ കാണാത്തത്. അതെന്താ? പെരിയ വധക്കേസിൽ, പെരിയ കൂട്ടക്കൊലക്കേസിൽ, ഇരട്ടക്കൊലക്കേസിൽ എന്താ സംഭവിച്ചത്? കോടതിയാണ് കുറ്റക്കാരായി കണ്ടത് പാർട്ടി നേതാക്കന്മാരെ. KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, വെളുത്തോളി രാഘവൻ എന്നൊക്കെ പറഞ്ഞ പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ കുറ്റക്കാരനാണെന്ന് വിളിച്ചത് ഈ കൗസറുടെ പുറത്ത് കൂടി ഉൾപ്പെടുന്ന ജുഡീഷ്യറിയാണ്, ജുഡീഷ്യറി നിയമവ്യവസ്ഥയാണ്. അവരോട് എങ്ങനെയാണ് CPM പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ഈ ന്യായാധിപൻ കണ്ടിട്ടില്ലേ? കൗസറുടെ പുറത്ത് അതൊന്നും കണ്ടിട്ടില്ലേ? ആ കുറ്റവാളികളെ മുദ്രാവാക്യം വിളിയോടുകൂടിയല്ലേ ഈ നേതാക്കന്മാർ പോയി സ്വീകരിച്ചത്? അത് കൗസറുടെ പുറത്ത് പറഞ്ഞ ന്യായാധിപൻ കണ്ടില്ലേ? കണ്ണൂർ ജയിലിൻ്റെ വളപ്പിനകത്ത് കയറി ചെന്ന് അവരെ പൂമാലയിട്ട് സ്വീകരിച്ചില്ലേ? P ജയരാജൻ എന്ന് പറഞ്ഞ കൊലക്കേസിലെ പ്രതി, അവരെ ജയിലറയ്ക്കുള്ളിൽ ചെന്ന് കണ്ടില്ലേ? കമ്മ്യൂണിസ്റ്റുകാരനെ തടവറ കാണിച്ച് പേടിപ്പിക്കേണ്ടെന്ന് P ജയരാജൻ പറയുമ്പോൾ അത് കോടതിക്കെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയല്ലേ ഇത്? അതൊന്നും പക്ഷേ ബഹുമാനപ്പെട്ട കൗസർ എടപ്പകത്ത് എന്ന ഈ ന്യായാധിപൻ അതൊന്നും കാണുന്നില്ല, കേൾക്കുന്നുമില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് PV അൻവർ എന്ന് പറഞ്ഞ MLA ഇവിടുത്തെ ADGP ആയിട്ടുള്ള MR അജിത് കുമാറിനെതിരെ എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അതെല്ലാം ചവറ്റുകൊട്ടയിൽ പോയില്ലേ? അതൊന്നും കാണുന്നില്ല കൗസറുടെ പുറത്ത് ന്യായാധിപൻ, കേൾക്കുന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കണ്ണൂരിലെ പോലീസുകാരോട് ഇത് വളരെ സ്വിഫ്റ്റായിട്ടും വളരെ എഫിക്കേഷ്യസ് ആയിട്ടും വളരെ ഡ്യൂ ഡിലിജൻസോടുകൂടിയും അപേക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ്. എന്താണിത്? എത്ര കഷ്ടമാണ്, എത്ര ദയനീയമാണ് ഈ ഹൈക്കോടതിയുടെ അവസ്ഥ. പിണറായി വിജയൻ പറഞ്ഞാൽ ഇരിക്കുകയും കിടക്കുകയും ഉരുളുകയും ചെയ്യുന്ന പോലീസിനോട് ഡ്യൂ ഡിലിജൻ്റായിട്ട് സ്വിഫ്റ്റായിട്ടും എഫിക്കേഷ്യസ് ആയിട്ടും അന്വേഷിക്കാൻ, സ്ക്രൂപ്പുലസ് ആയിട്ട് അന്വേഷിക്കാൻ പറയുകയാണ് കൗസറുടെപ്പം എന്ന് പറഞ്ഞ ന്യായാധിപൻ. ഏത് ലോകത്താണ് ഈ ന്യായാധിപൻ ജീവിക്കുന്നത്? കേരളത്തിലല്ലേ, തലശ്ശേരിയിലൊന്നും അല്ലേ ഈ ന്യായാധിപൻ ജീവിക്കുന്നത്? എന്നിട്ട് പറയുകയാണ് SIT DIGക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. എത്ര വലിയ സംഭവവികാസമാണെന്ന്! റിപ്പോർട്ട് സമർപ്പിക്കണം, അത് കൊലയായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണം, ഡ്രാഫ്റ്റ് ഫൈനൽ റിപ്പോർട്ട് DIGക്ക് കൊടുക്കണം, ഫൈനൽ റിപ്പോർട്ട് ഷുഡ് ബി ഫൈൽഡ് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് അപ്രൂവൽ ഫ്രം ദ DIG. കഷ്ടമെന്നല്ലാതെ എന്താണ് ബഹുമാനപ്പെട്ട ന്യായാധിപ പറയാനുള്ളത്? ഇവിടുത്തെ ഭരണ പാർട്ടിയായിട്ടുള്ള CPMൻ്റെ കുറ്റിച്ചൂലാണ് പോലീസ്. ആ പോലീസിനോടാണ് ഡ്യൂ ഡിലിജൻ്റായിട്ടും സ്വിഫ്റ്റായിട്ടും എഫിക്കേഷ്യസ് ആയിട്ടും ഒക്കെ അന്വേഷിക്കാനായിട്ട് ഈ ന്യായാധിപൻ കിടന്ന് നിലവിളിക്കുന്നത്, മോങ്ങുന്നത്. കഷ്ടം തന്നെ.
ഇത് CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് ഈ കേസ്. CPM-ന്റെ ഒട്ടേറെ നേതാക്കന്മാർ ഇതിൻ്റെ ബിനാമി ഇടപാടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. CPM-ന്റെ ഒട്ടേറെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൻ്റെ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ആത്മഹത്യയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്. അത് ജുഡീഷ്യറിയുടെ ഭാഗമായി നിന്ന് നിഷ്പക്ഷമായി അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാനുള്ള നടപടിയെടുക്കുന്നതിന് പകരം ആ പ്രതികൾക്കൊപ്പം നിൽക്കുകയാണോ കോടതി ചെയ്യേണ്ടത്? CPM-ന്റെ കുറ്റിച്ചൂലാണ് പോലീസ് എന്നുള്ളത് കാണാൻ കഴിവില്ലാത്ത കണ്ണില്ലാത്ത കോടതിയാണോ ഈ കേരളത്തിലുള്ളത്? അപ്പോൾ പിന്നെ സാധാരണക്കാരൻ എന്ത് ചെയ്യും? അതുകൊണ്ട് CPM ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന പോലീസുള്ള കേരളത്തിൽ ഒരു ന്യായാധിപൻ പറയുകയാണ് പ്രതിക്ക് രാഷ്ട്രീയ ഭരണ പാർട്ടിയായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ഇത് CBI അന്വേഷണത്തിന് വിടാനുള്ള കാരണമല്ല എന്ന്. അങ്ങനെയെങ്കിൽ ഈ ബഹുമാനപ്പെട്ട ന്യായാധിപൻ കേരളത്തിലല്ല താമസിക്കുന്നതെന്നും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അയാൾ കേൾക്കുന്നില്ല എന്നും കേരളത്തിലെ പോലീസിനെ കുറിച്ച് അയാൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നും പറയേണ്ടി വരും എന്നാണ് എനിക്ക് വളരെ ബഹുമാനത്തോടുകൂടി കേരള ഹൈക്കോടതിയോട് സൂചിപ്പിക്കാനുള്ളത്.